ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇമാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രിക് സൈക്കിളിന്റെ ഒരു വീഡിയോയുമായിട്ടാണ്. ഇതൊരു സർവീസ് വീഡിയോ ആണ്, പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് മെയിൻ്റനൻസ് വർക്ക്സും കൂടെ നടത്തുന്നുണ്ട്. അതായത് കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ സൈക്കിളുമായിട്ടൊന്ന് വീണായിരുന്നു. ആ സമയത്ത് സൈക്കിളിന് ചില ഡാമേജസ് പറ്റിയിരുന്നു. സൈക്കിളിന്റെ ബ്രേക്കിന്റെ ലിവറിൽ അവിടെയായിട്ട് ചെറിയ പെയിന്റ് പോയിരുന്നു. അതുപോലെ തന്നെ സസ്പെൻഷന്റെ ഭാഗത്തായിക്കോട്ടെ ചില ഭാഗങ്ങളിലൊക്കെ പെയിന്റ് പോയിരുന്നു. സോ അതെല്ലാം നമ്മൾ ഇന്ന് റെഡിയാക്കാനായിട്ട് പോവുകയാണ്. സൈക്കിൾ ഫുൾ പെയിന്റ് ചെയ്ത് ഡാമേജ് ആയ ഭാഗങ്ങളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്ത് ഫുൾ സെറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഏത് പെയിന്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വിസ്റ്റ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സ്പ്രേ പെയിന്റ് ആണ് ഞാൻ ഈ ഒരു പെയിന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെയിന്റ് അടിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ബ്രേക്ക് ലിവർ ആണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അവിടെ പെയിന്റ് പോയിട്ടുണ്ട്. സോ നമ്മൾ പെയിന്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഹാൻഡിലിൻ്റെ ഗ്രിപ്സ് എല്ലാം ഫുൾ നമ്മൾ കവർ ചെയ്യുക. ഞാനിപ്പോൾ കവർ ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും തുണിയോ പേപ്പറോ വെച്ച് കവർ ചെയ്യുക. അല്ലെങ്കിൽ സ്പ്രേ പെയിന്റ് അടിക്കുന്ന സമയത്ത് സ്പ്രേ പെയിന്റ് ആയതുകൊണ്ട് ആ ഒരു പെയിന്റ് ആ ഒരു ഗ്രിപ്പിൽ അടിച്ചേക്കാം. അതുപോലെ തന്നെ ഈ ബ്രേക്ക് ലിവറിൽ EM എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സോ അത് ഈ സ്പ്രേ പെയിന്റ് മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അതും ഞാൻ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇവർ പറയുന്നത് 15 to 30 സെന്റിമീറ്റേഴ്സ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം ഇത് അടിക്കാൻ എന്നാണ്. ഒരു 15 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് കീപ്പ് ചെയ്യുന്നത്. പെയിന്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വീണിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റുന്ന പോലെ. സോ ഇതിന് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പെയിന്റ് അടിക്കാം. ഓക്കെ, ഇനി നമ്മൾ പെയിന്റ് അടിക്കാനായിട്ട് പോകുന്നത് ഹാൻഡിലിന്റെ നടുവശത്താണ്. കാരണം അവിടെ പണ്ട് ഈ സൈക്കിൾ ഒന്ന് മറിഞ്ഞാടിയ സമയത്ത് ഹാൻഡിലൊന്ന് ടിൽറ്റായി പോയായിരുന്നു. ആ സമയത്ത് അവിടുത്തെ പെയിന്റ് ഇത്തിരി പീൽ ഓഫ് ആയി പോയി. സോ ആ ഭാഗം ഇത്തിരി നോട്ടീസബിൾ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ പെയിന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് പെയിന്റ്. പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ നമ്മളെല്ലാം കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെയും നമ്മൾ പെയിന്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ ബ്രേക്ക് ലിവറിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ അതൊന്നും നമ്മൾ പെയിന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ബ്രേക്ക് ലിവറിന്റെ എല്ലാ പെയിന്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പെയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത് സസ്പെൻഷന്റെ ഭാഗത്താണ്. കാരണം സസ്പെൻഷന്റെ ഭാഗത്ത് നമ്മൾ മുമ്പൊന്ന് സൈക്കിൾ മറിഞ്ഞ് ചാടിയപ്പോൾ വരെ പെയിന്റ് പോയിട്ടുണ്ട്. അതിന്റെ പാടുകളൊക്കെ ക്ലിയർലി വിസിബിൾ ആയതുകൊണ്ട് നമ്മളത് പെയിന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സസ്പെൻഷന്റെ ആ ഒരു മേൾ ഭാഗത്താണ് നമ്മൾ പെയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അവിടെ സസ്പെൻഷൻ നമ്മൾ പ്രോപ്പർലി കവർ ചെയ്യണം, അല്ലെങ്കിൽ ആ പെയിന്റ് സസ്പെൻഷനിലോട്ട് അടിക്കും. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ബ്ലെൻഡായി നിൽക്കുന്നുണ്ട് ഈ ഒരു പെയിന്റ് ഓൾറെഡി ഉള്ള പെയിന്റുമായി. സോ അവിടെ അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ താഴെ ആ ഒരു പ്രോ സ്ട്രോക്ക് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് വൈറ്റ് മാർക്സ് ഉണ്ട്. അത് ആക്ച്വലി പെയിന്റ് പോയതാണ്. സോ അവിടെ നമ്മൾ റെഡ് കളർ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഉപയോഗിക്കുന്ന റെഡ് കളർ പെയിന്റും ഈ ഒരു വിസ്റ്റ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ തന്നെയാണ്. ഇതിലും നമ്മൾ പെയിന്റ് അടിച്ചു കൊടുക്കാൻ ഇപ്പൊ നമുക്ക് കാണുന്ന പോലെ അത്യാവശ്യം ഇത് ഇത്തിരി ഒരു ഓറഞ്ചിഷ് കളർ ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു ഓറഞ്ചിഷ് ഷെയ്ഡ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് അത് ക്ലിയർലി വിസിബിൾ ഒന്നുമല്ല. നമ്മൾ പിന്നെ തൊടുന്ന സമയത്ത് ഒരു മാറ്റ് ഫിനിഷും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പെയിന്റ് അടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, വേറൊരു സ്ഥലത്തോടും പെയിന്റ് പറ്റാതിരിക്കാം. പേടയും പെയിന്റ് പറ്റുകയാണെങ്കിൽ നല്ല ബോറായിരിക്കും സൈക്കിൾ കാണാൻ. ഇതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് സ്പ്രേ പെയിന്റ് ആയതുകൊണ്ടാണ്. ഡിസ്പ്ലേയുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത്തിരി പെയിന്റ് പോയിരിക്കുന്നുണ്ട്. സോ അതാണ് നമ്മളിപ്പോൾ പെയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഡിസ്പ്ലേ കവർ ചെയ്യുന്നതിനേക്കാളും ഭേദം നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഉപയോഗിച്ച് ലൂസാക്കി ജസ്റ്റ് കുറച്ച് സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. സോ നമുക്കിനി അവിടെയും പെയിന്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ പെയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത് സീറ്റ് പോസ്റ്റ് ആണ്. സീറ്റ് പോസ്റ്റ് നിങ്ങൾ കാണുന്ന പോലെ ഫുൾ സ്ക്രാച്ചുകളാണ്. കാരണം എൻ്റെ അനിയനും ഈ ഒരു സൈക്കിൾ ഓടിക്കാറുണ്ട്. സോ അതിന് വേണ്ടി സീറ്റ് താത്തി വെക്കണം, എനിക്ക് വേണ്ടി സീറ്റ് പൊക്കുകയും വേണം. സോ ആ സമയത്ത് പൊക്കുകയും താത്തുകയും ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് സ്ക്രാച്ചുകൾ ആവുന്നുണ്ട്. സോ നമ്മൾ ഈ സീറ്റ് പോസ്റ്റും പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമ്മൾ ഈ സീറ്റ് പോസ്റ്റ് മുഴുവനായി സൈക്കിളിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയും വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് സൈക്കിളിലേക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. സോ ആദ്യമേ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു തള്ളി കയറ്റാനായിട്ട്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് തള്ളി കയറ്റിയപ്പോൾ അടിച്ചു കയറ്റിയപ്പോൾ സാധനം കയറിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പൊക്കിനകത്ത് കഴിയുന്ന സമയത്ത് ചെറിയായിട്ട് സ്ക്രാച്ചുകൾ ആവുന്നുണ്ട്. സോ ഇപ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഇരുന്നോളും. പക്ഷേ ഇനി കാലങ്ങൾ കഴിയും തോറും അതിന് ഇനിയും സ്ക്രാച്ചുകൾ വീണേക്കാം. സോ നമ്മൾ മേജർ ആയിട്ടുള്ള പെയിന്റിങ് വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് പെഡൽസും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെഡൽസും ചെറുതായിട്ട് ഒടിഞ്ഞൊക്കെ പോയായിരുന്നു. സോ നമ്മൾ മാറ്റി ലിസ്റ്റ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ അലോയ് പെഡൽസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സോ ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഞാനത് ഷൂട്ട് ചെയ്തില്ല, കാരണം ആ സമയത്ത് നല്ല മഴ വന്നു, അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നത്. സോ ഇങ്ങനെയാണ് ഈ ഒരു പെഡൽ ഫിക്സ് ചെയ്താനുള്ള അവസ്ഥ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സൈക്കിൾ നല്ല ലുക്കും കൊടുക്കുന്നുണ്ട്. പഴയ പെഡൽസിനകത്ത് ഒരു റിഫ്ലക്ടർ ഉണ്ടായിരുന്നു, ഇതിനകത്ത് റിഫ്ലക്ടർ അല്ല. അതുകൊണ്ട് ഒരു MTBയുടെ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു പെഡൽ ഇരിക്കുന്നത്. ലുക്സ് വൈസ് അത്യാവശ്യം നല്ലതാണ്.
അടുത്തതായി നമ്മൾ എല്ലാ സർവീസിങ്ങിന്റെ സമയത്തും നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ് വാഷിംഗ്. ഈ തവണ നമ്മൾ സൈക്കിൾ ഫുൾ വാഷ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് ഒരു പോളിഷ് കോട്ടിങ്ങും അടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ പോളിഷ് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈക്കിൾ ഒന്ന് പോളിഷും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പോളിഷ് എന്ന് പറയുന്നത് മോട്ടോമാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പോളിഷാണ്. ഇതിന് ഒരു 140 റുപ്പീസോളമാണ് ആമസോണിൽ വില വരുന്നത്. ആൻഡ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിച്ച പെയിന്റിന്റെ വില എന്ന് പറയുന്നത് 300 റുപ്പീസിന്റെ താഴെയാണ് ആമസോണിൽ രണ്ടിനും വില വരുന്നത്. സോ നമ്മൾ ഈ പോളിഷ് അടിച്ചു പറയുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഗ്ലോ കിട്ടും. നല്ലൊരു ഷൈനസ്സും ഇതടിച്ച സമയത്ത് ഞാൻ കണ്ടിരുന്നു. സോ അത്യാവശ്യം നല്ലതാണ്. ഒരു മാറ്റ് ഫിനിഷും കൂടെ നമ്മൾ തൊടുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ആസ് യൂഷ്വൽ നമ്മൾ സർവീസിങ്ങിനൊക്കെ സമയത്ത് ചെയ്യുന്നത് പോലെ തന്നെ ചെയിൻ നോക്കുക, ബ്രേക്സ് ചെക്ക് ചെയ്യുക, ഡിസ്പ്ലേ ചെക്ക് ചെയ്യുക, കീ ഹോളൊക്കെ നോക്കുക. അങ്ങനത്തെ എല്ലാ മേജർ കാര്യങ്ങളും നമ്മൾ ഈ സർവീസിലും ചെയ്തിരുന്നു. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സൈക്കിൾ വീട്ടിൽ തന്നെ നമ്മുടെ സിമ്പിളായിട്ടൊരു രീതിയിൽ ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് എന്നൊരു വീഡിയോ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. സോ നിങ്ങൾ കണ്ടു നോക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് യൂസ് ആവും. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.